ഡോക്ടറെ, പിന്നെ ഡോക്ടറെ സ്റ്റെതസ്കോപ്പ് എടുക്കണ്ടേ? ഒരു കോപ്പം വേണ്ട. കോളേജാണ്. ഞാൻ വർഷം മുമ്പ് പണം കൊടുക്കാൻ വന്നതാണ്, അല്ലാതെ പരിശോധിക്കാൻ വന്നതല്ല. അതെയല്ലേ? വർഷയും കൂട്ടുകാരികളൊക്കെ വരുന്നുണ്ട്, കുറച്ചുകൂടി ഡീസന്റ് ആകണം. കൂട്ടുകാരികളെ മുമ്പ് വെച്ച് എന്നെ പൊക്കി പറയണം. സാറിന് പൊക്കി പറയുന്ന കാര്യം ഞാൻ ഏറ്റു. ഓക്കെ. വർഷമൊക്കെ സുഖല്ലേ? ഇതൊക്കെ കൂട്ടുകാരികളാ? അല്ല, എന്നെ പരിചയപ്പെടുത്തിയില്ല. ഞാൻ പരിചയപ്പെടുത്തി. എന്തു പറ്റി? സാറല്ലേ പറഞ്ഞ സാറിനെ പൊക്കി പറയാൻ. എന്ത് പറ്റി? ഇത് നികിത ചരൺ, ഇത് സീനമോൾ. ഹലോ. എനിക്ക് സമയമെടുത്ത് പരിചയപ്പെടുന്നതാ ഇഷ്ടം. വർഷം മോളുടെ എല്ലാ കൂട്ടുകാരുടെയും ടീച്ചേഴ്സിനും പരിചയപ്പെട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ. അങ്കിൾ. അതെ, ഡോക്ടറുകൾ ഇവിടെ വർഷയുടെ അങ്കിളായിട്ടൊന്ന് അഭിനയിക്കണം. ഞങ്ങളുടെ ബാച്ചിലെ 2-3 തലതെറിച്ചവന്മാരുണ്ട്. അവരെ ഒന്ന് വരട്ടാനാ. ആരെയൊക്കെ ഭീഷണിപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ മതി. ഈ കാർഷിക കോളേജിലെ സകലമാന കിഴങ്ങന്മാരുടെയും മുട്ടുകാലം തല്ലി ഓടിച്ചിട്ടേ ഈ ഡോക്ടർ ഗോവർദ്ധൻ ഇവിടുന്ന് പോകും. ഈ കിഴങ്ങിന് വരട്ടാനുള്ളതാണോ? അയ്യോ അല്ല. എന്നാലും വരട്ടും. എന്താണ് എന്റെ പേര്? അവന്റെ പേര് എന്താ തന്റെ പേര്? ഞങ്ങളെല്ലാരും പി വിളിക്കും. പി എന്നൊക്കെ വിളിച്ചിടക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ മോനെ? പി എന്നുള്ളത് എന്റെ പേരാ. ഇത് വർഷയുടെ ഡോക്ടറുകളാ. ഡോക്ടർ ഗോവർദ്ധൻ IPS. IPS? പേടിച്ചു പോയല്ലേ? വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? കോക്കാല സുലൈമാൻ, come with me. കൂടെ നടക്കാൻ. ഡോക്ടർ, നടക്കുമ്പോഴേ എന്റെ വലത് കാലിന് ഒരു ഞെട്ടൽ. അത് കുളമ്പ് രോഗത്തിന്റെ ആരംഭമായിരിക്കും. കുളമ്പ് രോഗം? അതെ, കുളമ്പ് ചെത്തി എനിക്ക് ലാട പിടിച്ചു കഴിഞ്ഞാൽ നിന്നെ കന്നു പൂട്ടാൻ കൊണ്ടുപോകും. കമ്പനിക്കൊന്ന് വിളിച്ചാലോ? കൊള്ളാലോ. ഡ്രസ്സേ പോവാണോ? ഇതന്നെ വട്ടമേശ സമ്മേളനം നടക്കുന്ന സ്ഥലം. വട്ടമേശ കിടക്ക്. അളിയെ കണ്ടോ? മരപ്പട്ടികളുടെ കൂട്ടത്തിൽ ഏതാടാ 2 ഈനാമ്പേച്ചുകൾ? ഹലോ, ഐ ആം ഡോക്ടർ ഗോവർദ്ധൻ. ഹലോ, ഐ ആം കൊക്കാല. വർഷയുടെ അങ്കിളാണ്. ഓ, കിട്ടിയ ചാൻസ് കളയണ്ട. 3നെയും പിടിച്ചു. ഈ ക്യാമ്പസിലെ വിത്തുകാളകൾ നിങ്ങളാണെന്ന് കേട്ടു. വിത്തുകാളെ? കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ സ്പോർട്സ് കോട്ടയിൽ എന്നും പറഞ്ഞുകൊണ്ട് ഈ കോളേജിൽ വലിഞ്ഞു കയറി കൊച്ചു പെമ്പിളാരുടെ പിറകെ മുക്കറിയിട്ട് നടന്നാൽ എല്ലാറ്റിനും മൂക്കേറിടും ഞാൻ. മനസ്സിലായോ? നിങ്ങൾ ഏത് കൊമ്പത്തെ കാശാരുടെ മക്കളായാലും ശരി, ഈ കോളേജിൽ നിന്ന് പുറത്താക്കാൻ ഈ ഡോക്ടർ ഗോവർദ്ധന്റെ ഒരൊറ്റ ഫോൺ കോൾ മാത്രം മതി. യു ആർ അണ്ടർസ്റ്റാൻഡ്? എന്നെ വീട്ടിൽ അല്ല ക്ലാസ്സില്. എങ്ങനെയുണ്ട് എന്റെ വിരട്ടൽ? എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ മാറി പേടിച്ചു പോകുന്നു. അങ്കിൾ, ഡ്രിങ്ക്സ് വല്ലതും? ആവാം. കുടലിട്ട ഒരു ഡ്രിങ്ക്സിന് പറയൂ. 5 കൂൾ ഡ്രിങ്ക്സ്. ഓൾറെഡി. വർഷ, അങ്കിൾ ഡോക്ടർ. ഡോക്ടർ സാർ, എന്റെ കുട്ടികൾക്ക് തീരെ ആരോഗ്യമില്ല. എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരണം. നിന്റെ കുട്ടികൾക്ക് മാത്രമല്ല, നിന്റെ കെട്ടിയോൾക്കും ആരോഗ്യം ഉണ്ടാവില്ല. വീട്ടിൽ വച്ചോളുമ്പോന്നല്ല ഇയാളല്ലേ വെട്ടി വിഴുങ്ങുന്നത്, പിന്നെ അങ്ങനെ ആരോഗ്യം ഉണ്ടാവും? താനൊരു കാര്യം ചെയ്യും, ഭാര്യക്കും മക്കൾക്കും കാലത്ത് കാടി വെള്ളത്തിൽ പിണ്ണാക്കിട്ട് കലക്കി കൊടുക്ക്. നല്ല ആരോഗ്യം ഉണ്ടാവും, പാലും കിട്ടും. നമുക്ക് പോവാം. പിന്നെന്താ, ഇതിൽ കുടലിടുന്ന് പറഞ്ഞിട്ട് കുടലൊന്നും ഇട്ടില്ലല്ലോ. ഇത് അലോപ്പതി അല്ല, ഹോമിയോപ്പതി അല്ല, ചിലപ്പോ പ്രകൃതി ചികിത്സ ആയിരിക്കും. ഞാൻ ഈ കോളേജിന്റെ കുറെ ഭാഗം ഒന്ന് കറങ്ങിയടിച്ചു. ഇവിടെ ആമ്പിള്ളേരെക്കാൾ കൂടുതൽ പെമ്പിള്ളേരാ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പല കാര്യങ്ങളും നടക്കും. അത് ഉറപ്പാ. അത് താൻ സൂക്ഷിച്ചാൽ മാത്രം അല്ല, എന്റെ കണ്ണി പെട്ടോണ്ട് ഞാൻ പറഞ്ഞ. ആ ഷട്ടർ ഇങ്ങോട്ടേക്ക്. ആ പ്ലേ ബോയിയുടെ നിന്റെ ബോയിയൊക്കെ പെമ്പിള്ളേര് കാണുന്ന. ഞാൻ ഒരു ഉപകാരം ചെയ്യുന്ന നീ എന്തിനാണ് എന്നെ അടിച്ചത്? എന്ത് പോരം? ഇപ്പൊ അതിനിപ്പോ ഊരിപ്പാരുന്ന നീ പെമ്പിള്ളേരെ അടുത്ത് നാറിലായിരുന്നോ? എന്നാ നീ ഇത് നിന്റെ ഒരു ബോയി. ഉദ്ഘാടനം കൊള്ളാം. ഇനി കൊക്കാലയ്ക്ക് താനേ കിട്ടിക്കോളും. വരൂ. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു. ഹലോ, ഐ ആം ഡോക്ടർ ഗോവർദ്ധൻ. ഗോവർദ്ധൻ? അതെ, ഗോക്കളെ വർദ്ധിപ്പിക്കുന്നവൻ ആരോ അവൻ. ഗോവർദ്ധൻ ബഹുരേഹി എന്ന് വെച്ചാ വിത്തുകാള അല്ലേ? അതെ, ഞാൻ വർഷയുടെ അങ്കിളാണ്. ഓഹോ, അതറിഞ്ഞില്ല. ഓഹോ. ഡോക്ടർ ജനറൽ മെഡിസിൻ ആണോ അതോ? കൂടുതൽ പ്രാക്ടീസ് ഗൈനക്കോളജിലാ.
അപ്പോ സുഖപ്രസവം പോലും സിസേറിനാക്കി ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ടാവല്ലോ വർഷയുടെ അങ്കിൾ. ഞാൻ ഇതുവരെ സിസേറിയൻ ചെയ്തിട്ടില്ല. ഓഹോ. എല്ലാം സുഖപ്രസവ. ആഹാ. സ്കാനിങ്, എക്സ്റേ, മൂത്രം, ചാണകം എന്നിവ ടെസ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. എനിക്ക് 2 ഗ്ലൗസ് അത് മതി ഡോക്ടർ ഗോവർദ്ധന്. അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ വെട്ടി മൂടാൻ പറയും. അല്ല വർഷമോളെ, ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായി, കാശുണ്ടെങ്കിൽ ഏത് ഊളയ്ക്കും ഡോക്ടറാകാൻ പറ്റും. Absolutely correct. അല്ല സാർ, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. എന്താ ബബ്ലു? ഡോക്ടറെ കാണാൻ വന്ന സാർ, ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് കൊണ്ടുവരട്ടെ? അയ്യോ വേണ്ട വേണ്ട, ഇവിടെ വെച്ചുള്ള ചികിത്സയില്ല. അയ്യോ, അങ്ങനെ പറയരുത് പക്ഷെ പ്ലീസ്, അങ്കിളിനോട് ഒന്ന് പറയൂ. സാറെങ്കിലും ഒന്ന് പറയൂ. എന്താ അസുഖം? ഭയങ്കര വയറുവേദന സാർ. ഗൈനക്കോളജിസ്റ്റ് അല്ലേ, പേഷ്യനെ കൊണ്ടുപോവാ. അല്ല, ഞാൻ ഈ നിന്റെ വയറുവേദന ഇപ്പൊ മാറ്റിത്തരാം. എന്താടാ ഇത്? എന്തായി കാണിക്കുന്നത്? സാർ, ഇയാള് വർഷയുടെ അങ്കിളൊന്നല്ല. മാത്രമല്ല ഇയാളൊരു മൃഗ ഡോക്ടറാ. ചാണകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എഴുന്നേറ്റേക്കൂടോ, കരയെന്ന് വിടറാ. ഒരു ആട് വന്നേക്കും. സുലൈമാനെ, എളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100 നോട്ട് കൊണ്ടാറാട്ടെ. എന്റെ 9-ാം വാർഡിൽ നുഴഞ്ഞേറിയ ഭീകരന്മാരെവിടെ? അവന്മാര് വില്ലിന്റെ കസ്റ്റഡിയിലാ. അവരെ ചോദ്യം ചെയ്യാൻ അവനെന്താ അവകാശം? ഞാനല്ലേ ഈ വാർഡിലെ മെമ്പർ. ഒരു ചൂട് ചായ എടുത്തു വെച്ച് തണുക്കുമ്പോ കഴിച്ചോളാം. ഇത് കണ്ട, ഇത്തവണ വില്ലടിച്ചാമ്പാട്ടിനുള്ള സംഗീത നാടക അക്കാദമി അവാർഡ് എനിക്കാ. 10,000 രൂപ ഗ്യാരണ്ടിയാ. ആർക്കും എനിക്ക് വായ്പ തരാം. 10,000 രൂപ മാത്രമല്ല, പ്രശസ്തി പത്രവും പിന്നെ ഒരു പലകയും. പലകല പറ്റിക എടോ പലകം. എവിടെ അവര്? എവിടെ ഭീകരന്മാര്? അയ്യേ, ഈ ഞോള പിള്ളേരാണാ? അമ്പേ വില്ലേ, ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കും ഇവർക്ക്. അയ്യോ, ഇവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അറിയില്ല. ഇവൻ ആരുമല്ല. ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാ, MK മണി. മനസ്സിലായ? MK മണി എന്ന് വെച്ചാൽ മരം കൊത്തി മണി. തെങ്ങേറ്റമാണ് ജോലി. എങ്ങനെയോ മെമ്പറായി പോയി. ഈ പെരുമൺ ദുരന്തം കേട്ടിട്ടില്ലേ? അതുപോലെ. കാശ് കൊടുത്താൽ ഇവിടെ ആർക്കും അവാർഡ് കിട്ടും. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ പേ അവാർഡ് വരെ കിട്ടും. പക്ഷെ ഈ ബ്രീഫ് കേസിൽ എന്താണെന്ന് അറിയാമോ? ഈ വാർഡിന്റെ പുരോഗമനത്തിന് വേണ്ടിയുള്ള പ്രോജക്ട് റിപ്പോർട്ടുകളാണ്. എല്ലാരും പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇനി ഞങ്ങൾക്ക് കിഷോറിന്റെ വീട് എവിടെ ഒന്ന് കാണിച്ചു തരണം. അതറിഞ്ഞേ നിങ്ങൾ ഇവിടുന്ന് പോകൂ. പറഞ്ഞുതരാൻ ഉദ്ദേശമില്ലെങ്കിലേ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. നിങ്ങൾ വലിയ കണ്ടുപിടുത്തക്കാരാണല്ലേ. ഈ പെരിങ്ങോട്ടുകര വന്ന ആളാവാനുള്ള ചങ്കുറപ്പുണ്ടെങ്കിൽ ചെന്ന് കണ്ടുപിടിക്ക്. ചെന്ന് കണ്ടുപിടിക്കടാ. അല്ല, എന്താ ഈ വരവിന്റെ ഉദ്ദേശം? ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണണം. എന്നാ കേട്ടോ, ഈ പെരിങ്ങോട്ടുകരയിൽ അങ്ങനെ ഒരു കുടുംബം ജീവിക്കുന്നില്ല. ഇവിടുത്തെ റേഷൻ കാർഡിലും വോട്ടർ പട്ടികയിലും അങ്ങനെ ഒരു കുടുംബം ഇല്ല. അതുകൊണ്ട് മക്കള് വേഗം സ്ഥലം വിട്ടോ. ഇത് വേറെ നാടാ. അവനെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അവനെ തല്ലിയതാരാന്ന് ഞങ്ങൾക്ക് അറിയണം. ഓഹോ, അപ്പൊ അവനെ തല്ലിയവരോട് പ്രതികാരം ചെയ്യാൻ വന്നവരാണല്ലേ. എന്ന് വെച്ചാ പാർത്തമ്പിള്ളയോട് ഏറ്റുമുട്ടാൻ വന്ന ഗുണ്ടകളാണ്. വില്ലേ, ഇമാരാണ് പിടിച്ചു വെച്ചേക്കണത്. സൂക്ഷിക്കണം, ഇമാരാരാ പുലികളെന്നറിയാമോ? എന്റെ അല്ല, ഇത് ഡോക്ടർ അറിഞ്ഞു കാണൂല്ലോ. നിങ്ങളൊക്കെ ശരിയാക്കി തരാടാ ഞാൻ. എന്നോടാ കളി. പെങ്ങന്മാരെ ഒരു അണ്ടർ ക്ലാസ് എന്ന് വെച്ചാൽ കേട്ടോ. ഇമാര് ഇനിയും പകരം പറ്റിയാലോ. ഇത് ഉപ്പില്ലാത്ത കാടിവെള്ളത്തിൽ 4 നേരം കലക്കി കൊടുക്കണം. സോറി, അത് സാരില്ലെന്നേ. ഇത് ഇത്ര നേരം കൊടുക്കണമെന്ന് പറഞ്ഞു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ 40 നേരം കൊടുക്കണമെന്നേ ഞാൻ പറയായിരുന്നുള്ളൂ. പക്ഷെ പങ്കയാക്ഷിയോട് എനിക്കെങ്ങനെ പറയാൻ പറ്റുമോ? എന്നാലും എത്ര നേരം കൊടുക്കാം? എത്ര നേരം കൊടുക്കും? അത് എന്നോടാണോ ചോദ്യം? ഇത് നല്ല കൂത്ത്. പങ്കജാക്ഷിക്ക് എത്ര നേരം വേണമെങ്കിലും കൊടുക്കാം, പോരെ? പിന്നെ പങ്കജാക്ഷിയുടെ ആടായതുകൊണ്ട് ഞാൻ പുറത്തേക്കൊരു മരുന്ന് എഴുതി തരാം. ആട് നമ്മളെപ്പോലൊരു മനുഷ്യനല്ലേ. എന്താ പേര്? പങ്കജാക്ഷി. ആടിന്റെ പേരാ ചോദിച്ചത്. ഓ, ആടിന് പേരും ജാതകമൊന്നും ഇല്ല സാറേ. എന്നാൽ ഒരു പേരിടണ്ടേ? പങ്കജാക്ഷിയുടെ ആടായതുകൊണ്ട് പങ്കു ആട്. എന്താ സാറേ? കേട്ടില്ലേ? ഒരു പശുക്കിടാത്തിയുടെ വികാരഭരിതമായ കരച്ചിൽ പുറത്തു വന്നിരിക്കുക. ഇതുങ്ങൾക്ക് വാവെടുക്കുമ്പോഴാ വേണ്ടാത്ത വിചാരങ്ങൾ വരുന്നത്. നമുക്കാണെങ്കിൽ ഇക്കാര്യത്തിൽ വാവും സംക്രാന്തി ഒന്നുമില്ല.
പ്രത്യേകിച്ച് എനിക്ക്. ദാ മരുന്ന്. സോറി. ഓ ഒന്ന് തൊട്ടേനെ എന്തിനാ സോറി പറയണേ? സാരി വേണമെങ്കിൽ ഇത് തൊട്ടോ. തൊട്ടോ സാറേ, തൊട്ടോന്നേ. തൊട്ട് കളിക്കാൻ ഇതെന്താ LP സ്കൂളോ? സാറേ തങ്കമണിയോ, വാ വാ. അത് ഇഞ്ചക്ഷൻ ചെയ്യാൻ പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ തങ്കമണി, ആ വിത്ത് വർക്കിയുടെ അടുത്ത് നല്ല അസല് വിത്തുകാളെ ഉണ്ടായിരുന്നില്ലേ? അവിടെ കൊണ്ടുപോയാ പോരായിരുന്നില്ലേ നിനക്ക്? വിത്തുകാളെ കൊണ്ടുള്ള ചവിട്ട് നാടകമൊക്കെ കാലഹരണപ്പെട്ട പഴയ പരിപാടികളാ. ഇപ്പൊ ഒറ്റ ഇഞ്ചക്ഷൻ മതി. ആരോഗ്യമുള്ള നല്ല പശുക്കിടാവ്, അതിന് അകിട് നിറയെ വെള്ളം ചേർക്കാത്ത പാല്. വരൂ തങ്കമണി. എന്നാ പോട്ടെ സാറേ. തങ്കമണിയുടെ അനിയത്തിക്ക് കോളേജിൽ പ്രശ്നമൊന്നുമില്ലല്ലോ? ഉണ്ടാവില്ല. ഞാൻ എല്ലാത്തിനും തറ വരട്ടല്ലേ വരട്ടി നിർത്തിയിരിക്കുന്നത്. ഗോവർദ്ധന ഗോവർദ്ധന. ഒരു നാണമില്ല ഇതിന്, അല്ലേ തങ്കമണി?